Children, I am back with the part 2 questions on the chapter 2, cell clusters. നമുക്ക് അടുത്ത ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഒരു കുട്ടീനെ കാണുന്നുണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? ഇത് കൃത്യമായിട്ട് വായിക്കാം കേട്ടോ. എന്താണ്? അനലൈസ് അപ്പൂസ് തോട്ട്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. A, B, C, D. ഇത് ആൻസർ ചെയ്യണം. അതിന് മുമ്പേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൂസ് തോട്ട്സ്, അപ്പുവിൻ്റെ ചിന്തകളൊന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. കണ്ടോ? യു ക്യാൻ സീ എ ചൈൽഡ് ഹിയർ, എ ബോയ് ഹിയർ. അപ്പു ഈസ് തിങ്കിങ് സംതിങ്. എന്താണ് ചിന്തിക്കുന്നത്? ഓൾ പാർട്സ് ഓഫ് അവർ ബോഡി ആർ മെയ്ഡ് ഓഫ് സെൽസ്, ബട്ട് ഹൗ ഡിഫറെൻ്റ് ആർ ഐസ്, നോസ് ആൻഡ് ടങ്. So that's the doubt. He is thinking about that. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളുണ്ട്. എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ് അല്ലേ? സെൽസ് കൊണ്ടാണ്. പക്ഷെ ഒക്കെ ഡിഫറെൻ്റ് അല്ലേ? നമ്മുടെ ഐസ് എടുക്കുമ്പം കണ്ണിൻ്റെ ആകൃതി, നോസിൻ്റെ ആകൃതി എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഫങ്ഷനും ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് എന്നാണ് അപ്പു ചോദിക്കുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാനി. സബ് ക്വസ്റ്റ്യൻ എ, അത് അപ്പുവിൻ്റെ തോട്ട് തന്നെയാണ്. വിച്ച് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് വിത്ത് വിച്ച് അവർ ബോഡി ഈസ് മെയ്ഡ് ഓഫ്? ഏതൊക്കെ ടൈപ്പ് സെൽസ് ഉണ്ടായിരിക്കും നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ് ലൈക്ക് നെർവ് സെൽസ് ഉണ്ടാവും അല്ലേ? അതുപോലെ മസിൽ സെൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള പല ടൈപ്പ് സെൽസും ഉണ്ടാവും അല്ലേ? നെർവ് സെൽ, മസിൽ സെൽ. ദെൻ വേറെ ഏതൊക്കെ സെൽസ് ഉണ്ടാവും? ഏതൊക്കെ തരത്തിലുള്ള സെൽസ് ഉണ്ടാവും വേറെ? ഹാർട്ടിൻ്റെ സെൽസ് ഉണ്ടാവില്ലേ? ലിവറിൻ്റെ സെൽസ് ഉണ്ടാവില്ലേ? അങ്ങനെ കുറേ ടൈപ്പ് സെൽസ്, ഏകദേശം 200ഓളം ടൈപ്പ് സെൽസ് ഉണ്ട്. ഓക്കെ, നെർവ് സെൽസ്, മസിൽ സെൽസ് എക്സെട്ര ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് വിത്ത് വിച്ച് അവർ ബോഡി ഈസ് മെയ്ഡ് ഓഫ്. ഇതായിരിക്കണം ആൻസർ. നിങ്ങൾക്ക് അറിയുന്ന അത്രയും സെൽസിൻ്റെ പേരെഴുതുക. നമ്മുടെ ബോഡിയിലുള്ള സെൽസിൻ്റെ പേരെഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നോട്ട് നമ്പർ 2. ദിസ് ഇസ് സബ് ക്വസ്റ്റ്യൻ ബി. ആർ ദീസ് സെൽസ് ഡിഫറെൻ്റ് ഇൻ ദിയർ അപ്പിയറൻസ്? കാഴ്ചയിൽ ഈ പറഞ്ഞ സെൽസൊക്കെ ഒരുപോലെയാണോ? ആണോ? അപ്പിയറൻസിൽ സെയിം ആണോ? I will show you. This is a muscle cell and this, okay, ഒന്നെടുക്കുക. ഈ ഒന്നൊരു മസിൽ സെല്ലാണ്, ഇതൊരു നെർവ് സെല്ലുമാണ്. Are they similar in their structure, in their shape? രണ്ടും ഒരുപോലെയാണോ? അല്ലല്ലോ, വ്യത്യാസമില്ലേ? ഇത് കുറച്ച് എന്താണ്, നന്നായിട്ട് കുറച്ചല്ല, നന്നായിട്ട് ലെങ്തി ആയിട്ടുള്ളൊരു സെല്ലാണ്. ഇത് കുറച്ച് എന്താണ്, ഈ സെല്ലിൻ്റെ 2 എൻഡ് നോക്കിയേ പോയിൻറ്റഡ് എൻഡാണ്. അങ്ങനെ പോയിൻറ്റഡ് എൻഡ് വരുമ്പോഴാണ് നമ്മൾ ആ ഷേപ്പിന് എന്താ പറയുക? സ്പിൻഡിൽ ഷേപ്പ്. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്പിൻഡിൽ ഇൻ ഷേപ്പ്, മസിൽ സെൽ. ബട്ട് ദ നെർവ് സെൽ ദാറ്റ് ഈസ് ലോങ് ആൻഡ് ബ്രാഞ്ചസ് കാണുന്നുണ്ടല്ലോ അല്ലേ? സോ ദ സെൽസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. എന്തായിരിക്കാം റീസൺ? എന്തുകൊണ്ടാണ് എല്ലാ സെൽസും അപ്പിയറൻസ് ഡിഫറെൻ്റ് ആവുന്നത്? അപ്പിയറൻസ് എന്ന് വെച്ചാൽ കാഴ്ചയിൽ കാണുമ്പോൾ നമുക്കറിയാം ഈ സെൽസൊക്കെ വെവ്വേറെയാണ്. എന്തുകൊണ്ടായിരിക്കാം? ആ സെല്ലിൻ്റെ ഷേപ്പിന് ഫങ്ഷനുമായിട്ട് ബന്ധമുണ്ടോ? യെസ്. ഓക്കെ, ഈച്ച് സെൽ ഹാസ് എ പർട്ടിക്കുലർ ഷേപ്പ്. ദിസ് ഷേപ്പ് ഇസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ to do a particular function. ഒരു സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ആയിരിക്കും ഓരോ ടിഷ്യൂവും ചെയ്യുക, ഓരോ സെല്ലും ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂവിലുള്ള ഓരോ സെല്ലും ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, വി നോ ദാറ്റ് മസിൽ സെൽ, ദിസ് ഈസ് ടു എനേബിൾ ദ മൂവ്മെൻറ്റ്. Nerve cell is transferring messages. The function that is different. So the shape, the structure will also be different.
മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് എന്താ ആൻസർ? ഒരു ആർ ദീസ് സെൽസ് ഡിഫറെൻറ്റ് ഇൻ ദിയർ അപ്പിയറൻസ്? യെസ്, അവരെന്താണ്? ഡിഫറെൻ്റ് ആണ്. വൈ? ബിക്കോസ് ദേ ആർ entirely different, they are doing different functions. So the cell shape depends on the cell function. അതായിരിക്കണം ആൻസർ. നെക്സ്റ്റ് വൺ, ഡു ദേ ഫങ്ഷൻ ഇൻ ഗ്രൂപ്പ്സ് ഓർ സെപ്പറേറ്റ്ലി? എങ്ങനെയായിരിക്കും സെൽസിന്? സിംഗിൾ സെല്ലിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബോഡിയിലാണ് പറയുന്നത്. നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലേ? നമ്മളെ ബോഡിയിൽ അമീബക്കും ബാക്ടീരിയക്കും ഉള്ളതുപോലെ ഒറ്റ സെല്ലാണോ ഉള്ളത്? നോ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെൽസ് സെപ്പറേറ്റ് ആയിട്ടല്ല, ഇൻ ഗ്രൂപ്പ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇൻ ഗ്രൂപ്പ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് കോൾഡ്? സെല്ലിൻ്റെ ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ്. ക്ലസ്റ്റേഴ്സ് മീൻസ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ്. എന്താണ്? ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂസ്. ഇത് ക്ലിയർ ആണോ ഇപ്പോൾ പറഞ്ഞ കാര്യം? ഇപ്പം നമ്മൾ അപ്പുവിൻ്റെ തോട്ട് എന്ത് ചെയ്തു? ഒന്ന് അനലൈസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിച്ചു. നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ബോഡിയിലുള്ള 200 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആർ ദെയർ ഇൻ അവർ ബോഡി. ഈച്ച് വൺ ഹാസ് എ സ്പെസിഫിക് ഷേപ്പ് ഇൻ ഓർഡർ ടു പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. In the case of a multicellular organism, the cell functions in groups. They form a group, similar cells, which are originated from the same place. So the similar cells from the same with the similar origin, the same origin and structure. So they all together to form a cluster to perform a specific function, that is tissue. നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ? ഇതാണ് ഞാൻ പറഞ്ഞ ആൻസേഴ്സ്. ഒന്ന്, സെൽസ് ഏതൊക്കെയാണെന്നുള്ളത്. നെർവ് സെൽസ്, ബോൺ സെൽസ്, മസിൽ സെൽസ്, ബ്ലഡ് സെൽസ്. രണ്ടാമത്തത്, ഡിഫറൻസ് ഉണ്ടോ? എല്ലാ സെൽസും ഡിഫറെൻ്റ് ആണോ? യെസ്, they differ so much in their appearance because they have to perform different physiological functions. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫിസിയോളജിക്കൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിയോളജിക്കൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ ലൈഫ് ഗിവിങ് ഫങ്ഷൻസ്. അടുത്ത എന്താണ്? സെൽസ് ഗ്രൂപ്പായിട്ടാണോ ഉണ്ടാവുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണോ? ഇപ്പം എന്താ ആൻസർ? ഗ്രൂപ്പായിട്ട്. ദീസ് സെൽസ് ഫങ്ഷൻ ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് സിമിലർ സെൽസ്, നോട്ട് സെപ്പറേറ്റ്ലി. പക്ഷേ ഗ്രൂപ്പ് ആവുമ്പോൾ എന്താ? ഒരേപോലത്തെ സെൽസാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അതുപോലെ വേറെ ടൈപ്പ് സെൽസ് എന്ത് ചെയ്യും? വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ദെൻ അടുത്ത എന്താ നമ്മൾ ചോദിച്ചത്? ക്ലസ്റ്റർ ഓഫ് സെൽസിന് എന്തെങ്കിലും പേരുണ്ടോ? യെസ്, ദി ക്ലസ്റ്റർ ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് ആർ കോൾഡ് ടിഷ്യൂസ്. ഇത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Question number 2. An entry made in Meera's science diary is given below. മീരേൻ്റെ സയൻസ് ബുക്കിൽ ഉള്ള ഒന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണ് ഈ എൻട്രി? എന്താണ്? അവർ ബോഡി ഇസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. ഇതാണ് തന്നിട്ടുള്ളത്. അനലൈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടയാ? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സൈഗോട്ടിനെ കുറിച്ച് എവിടെ മാത്രമേ പഠിക്കുന്നുള്ളൂ? സെൽ ഡിഫറൻഷിയേഷൻ. മനസ്സിലായോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഏത് പാർട്ടിൽ പഠിച്ചതാണ് എന്നുള്ളത് കൂടി ഓർക്കുക. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോസ് ഇട്ടിരുന്നത്, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ട് 2 നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ ആൻഡ് സ്റ്റെം സെൽ റിസർച്ച് ഇത് രണ്ടുമാണ് പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ സൈഗോട്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡിഫറൻഷിയേഷൻ വരണം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡു യു എഗ്രി ടു ദ സ്റ്റേറ്റ്മെൻറ്റ്? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ സ്റ്റേറ്റ്മെൻറ്റ്? ഇത്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാം ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണോ ഉണ്ടായത്?
യെസ്. ഓക്കെ, ഐ അഗ്രി ടു ദ സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, ഐ അഗ്രി ടു ദ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ആൻസർ. ദെൻ സബ് ക്വസ്റ്റ്യൻ ബി, നെയിം ദി പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ഫോംഡ് ഫ്രം സൈഗോട്ട്. നമ്മൾ ഈ ഫിഗർ ഓർമ്മയുണ്ടല്ലോ, സൈഗോട്ട്. അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസിൻ്റെ പേരെന്താ? പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതായിരിക്കൂലേ പേര്? എന്താ പേരെന്താ? ഫീറ്റൽ സെൽസ്. മനസ്സിലായോ? ഏതാണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ്? ഏതാണ്? ഫീറ്റൽ സെൽസ്. ദെൻ സബ് ക്വസ്റ്റ്യൻ സി, സൈഗോട്ട്. ഇവിടെ എന്ന് കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്ക് ഇട്ടിട്ട്. ആരോ മാർക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഫില്ല് ചെയ്യാനുള്ള ഇതൊരു ബ്ലാങ്ക് സ്പേസ് ആണ് ശരിക്ക്, എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആരോ മാർക്കിൻ്റെ മുകളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതെന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും, അതായത് ഈ ഒരു പ്രോസസ്സിന് സഹായിക്കുന്ന മെറ്റീരിയൽ. നമ്മൾ പറയില്ലേ അതിൻ്റെ പ്രസൻസിലേ നടക്കൂ. അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പേരായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ എന്താണ് കറക്റ്റ് തന്നിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ കണ്ടോ, ഐഡൻറ്റിഫൈ ദി പ്രോസസ്സസ് എ ആൻഡ് ബി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രോസസ്സിൻ്റെ പേര് എഴുതണം. നോക്കാം, സൈഗോട്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആവുന്ന പ്രോസസ്സിൻ്റെ പേരെന്താ? എന്തായിരിക്കും? സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആവുന്നതിനൊരു പേരുണ്ട്. അത് പിന്നെ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആവുന്നതിന് വേറൊരു പേരുണ്ട്. അറിയോ ഏതാണ് ആ രണ്ട് പേരുകളെന്ന്? അറിയോ? നോക്കാം നമുക്ക്. ഇതാ, സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആവുക. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതാ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താണ്? ദി സൈഗോട്ട് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻ. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യുന്നു? ഫീറ്റസ് ഉണ്ടാവുന്നു, ഫീറ്റൽ സെൽസ് ഉണ്ടാവുന്നു. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് കിട്ടി അല്ലേ? എന്താ? കണ്ടിന്യൂസ് ഡിവിഷൻസ്. സൈഗോട്ട് ഡിവൈഡ്സ് ഇൻ ടു കണ്ടിന്യൂസ്ലി ഡിവൈഡ്സ് ടു ഫോം പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ്. ഇനി അതെന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ആവും. അപ്പോൾ അവിടുത്തെ പ്രോസസ്സ് ഏതാ? സെൽ ഡിഫറൻഷിയേഷൻ. നിങ്ങൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. നിങ്ങളെ എക്സാമിനേഷന് ഓക്കെ എ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ഡിവിഷൻസ് എന്ന് എഴുതുക, ബി എന്ന് പറഞ്ഞിട്ട് സെൽ ഡിവിഷൻസ് എഴുതിയാൽ മതി. അല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന പോലെ ഇത് ഫുള്ള് വരച്ചിട്ട് കാണിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. A news clipping about stem cell research is given below. Jeevan has a lots of doubts about stem cells. Can you help him? ഇതാണ് നമ്മുടെ ജീവൻ. he saw a news clipping that is about what? Stem cell research. അല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായതല്ലേ? A giant leap in stem cell research. അപ്പോൾ ഈ ഒന്ന് കണ്ടു. ഇത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. സയൻസ് ഹാസ് സക്സീഡഡ് ഇൻ ആർട്ടിഫിഷ്യലി ഡെവലപ്പിംഗ് ടിഷ്യൂസ് ഫ്രം സ്റ്റെം സെൽസ്. A lot of research has gone into this achievement, which would become a milestone in the field of medicine. അല്ലേ? സ്റ്റെം സെൽസിൽ നിന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്? ആർട്ടിഫിഷ്യലി ഡെവലപ്പിംഗ് ടിഷ്യൂസ്. അല്ലേ? നമുക്കിനി നോക്കാം. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ആർ സ്റ്റെം സെൽസ്? ഫസ്റ്റ് വൺ, സബ് ക്വസ്റ്റ്യൻ എ, വാട്ട് ആർ സ്റ്റെം സെൽസ്? എന്താണ് സ്റ്റെം സെൽസ്? രൂപമാറ്റം വരുത്താൻ പറ്റുന്ന സെൽസിനെയല്ലേ സ്റ്റെം സെൽസ് എന്ന് പറയാ. എല്ലാ സെൽസിനും രൂപം മാറാൻ പറ്റുമോ? ഇല്ല, ചില സെൽസിന് മാത്രം. അപ്പം അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അത് അല്ലേ. അപ്പം ദ സ്പെഷ്യലൈസ്ഡ് സെൽസ്, സ്റ്റെം സെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് which can transform the shape to any other cell. ഏത് സെല്ലിൻ്റെ ഷേപ്പ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതോ സബ് ക്വസ്റ്റ്യൻ ബി. വാട്ട് ആർ ദിയർ പെക്യുലാരിറ്റീസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? മറ്റുള്ള സെൽസിനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പെക്യുലാരിറ്റീസ് മീൻസ് ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, പ്രത്യേകത എന്തൊക്കെയാണ്? ഒരേ ചോദ്യമല്ലേ ചോദിച്ചേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
സ്റ്റെം സെൽസ് എന്താണെന്ന് ചോദിച്ചാലും ആ സ്റ്റെം സെൽസ് മറ്റുള്ള സെൽസ് എന്നുള്ള അതിനുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത എന്ത് തന്നെയാണെന്ന് ചോദിച്ചാലും ഒരേ ആൻസറാണ് കേട്ടോ. നമ്മൾ എന്താ എഴുതേണ്ടത്? അതിന് എന്ത് ചെയ്യാൻ പറ്റും? വേറെ സെൽസായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. സബ് ക്വസ്റ്റ്യൻ സി. ഓക്കെ, ഇവിടെ കാണുന്നില്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റെം സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? സ്റ്റെം സെൽസ് ക്യാൻ ട്രാൻസ്ഫോം into any kind of cells by undergoing constant differentiation. Okay. ഇനി അടുത്ത എന്താണ്? സബ് ക്വസ്റ്റ്യൻ സി. ഇൻ വിച്ച് പാർട്സ് ഓഫ് അവർ ബോഡി ആർ സ്റ്റെം സെൽസ് ഫൗണ്ട്? നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണ് ഈ സ്റ്റെം സെൽസിനെ കാണാൻ പറ്റുന്നത്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേർ ഡു വി സീ ദ സ്റ്റെം സെൽസ് ഇൻ അവർ ബോഡി? ഏതാ ആൻസർ? Stem cells are found in the bone marrow, skin, digestive tract, embryo, etc. Okay. ഇനി ഏതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? സബ് ക്വസ്റ്റ്യൻ ഡി. വൈ ഈസ് സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ്? ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതിന് കാരണം എന്താ? നമുക്ക് ആർട്ടിഫിഷ്യൽ ഓർഗൻ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഓർഗൻ ഉണ്ടാക്കാം. നാച്ചുറലായിട്ട് ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ തന്നെ ഉണ്ടാവാം. ഇതിന് പകരം ഇത് ലാബിൽ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റെം സെൽസ് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേറെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്. വൈ ഈസ് ദ സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ്? നൗഡേയ്സ് സയൻസ് ക്യാൻ ഡെവലപ്പ് ദ ഡിസൈഡ് ടൈപ്പ് ഓഫ് സെൽസ് ഫ്രം സ്റ്റെം സെൽസ്. അപ്പോൾ അത് എപ്പോഴാണ്? അണ്ടർ സ്പെസിഫിക് ലബോറട്ടറി കണ്ടീഷൻസ്. അതൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾ ഇത് എഴുതിയാൽ മതി ആൻസറായിട്ട്. എന്താണ്? ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ, diabetes, Parkinson's disease, etc. and also in the manufacture of artificial organs, stem cells are useful. Okay. ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ആനിമൽ ടിഷ്യൂസ് ആൻഡ് അറേഞ്ച് ദം ഇൻ ദ ടേബിൾ സ്യൂട്ടബിളി. നമുക്ക് ഈ ക്വസ്റ്റ്യന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മളിത് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസേഴ്സ് എഴുതുമ്പം ഒന്നാമത് നിങ്ങൾ എന്താ എഴുതണ്ടേ? എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് എഴുതി കൊടുക്കണം. എ എന്താ? ഏത് ടൈപ്പ് ടിഷ്യൂ ആണ് എ? എ കണ്ടാൽ തന്നെ അറിയാം അതെന്താണ്. അതൊരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഓക്കെ. ഇനി അടുത്ത് ബി. ബി എന്താ? ബി എന്ന് പറയുന്നത് നെർവസ് ടിഷ്യൂ. നെർവ്സ് കാണുന്നില്ലേ? നെർവസ് ടിഷ്യൂ. ഇനി സിയോ? സി എന്ന് പറയുന്നത് എന്താ? സി എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ. 3 ടൈപ്പ് ടിഷ്യൂസ് കിട്ടിയല്ലോ അല്ലേ? എയും ബിയും സിയും കിട്ടി. ഇനി നിങ്ങളോട് എന്താ പറയുന്നത്? ഈ ടേബിൾ കണ്ടോ? അതിൽ ഫില്ല് ചെയ്യണം. ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നോക്കിയിട്ട് ഫില്ല് ചെയ്യണം. അപ്പം നിങ്ങൾ എല്ലാ ആനിമൽ ടിഷ്യൂസിൻ്റെയും പേരും ഫങ്ഷൻസും അതിൻ്റെ ഫിഗറും അറിഞ്ഞിരിക്കണം. ചിത്രം വെച്ച് മനസ്സിലാക്കണം അതേതാണെന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നാമത്തെ ഫങ്ഷൻ എന്താ? കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാരാ? നിയന്ത്രിക്കുന്ന ആളാരാ? എ ആണോ ബി ആണോ സി ആണോ? ബി ആണ്, നെർവസ് ടിഷ്യൂ. ഇനി അടുത്ത ആളാരാ? കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ഇതിൽ ആരായിരിക്കും കവർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്? എ. എ മീൻസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ദെൻ എനേബിൾസ് മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് മസ്കുലാർ ടിഷ്യൂ, സി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ബി എ സി എന്ന് എഴുതരുത്, ഫുള്ളായിട്ട് എഴുതണം. അതായത് ഞാനിപ്പോൾ ഈ ഒരു കോളത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബി എ സി എന്ന് എഴുതിയത്. നിങ്ങൾ അതിൻ്റെ പേര് മുഴുവനായിട്ട് എഴുതണം. അതായത് ഇപ്പോൾ ബി ആണെങ്കിൽ ബി എന്നല്ല എഴുതേണ്ടത്, നെർവസ് ടിഷ്യൂ എന്ന് എഴുതുക. എക്ക് പകരം എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് എഴുതണം. സിക്ക് പകരം ഏതാ വരിക? മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് മസ്കുലാർ ടിഷ്യൂ. മനസ്സിലായോ? ഓക്കെ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് വരുന്നത്
ഫില്ല് ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന ഈ വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു പസിലാണല്ലേ. പസിൽ കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് ആ തന്നത് ഇവിടുന്ന് കട്ടാക്കി കളയാം. തന്നതിന് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുക ഫസ്റ്റ്. എന്നാൽ ഇനി ഏതൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് ആദ്യം അത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബോൺ ഉണ്ട്. ഇവിടെ എവിടെയാണ് ബോൺ ഉള്ളത്? ഇവിടെ അല്ലേ. നമ്മളതിനെ ഡിലീറ്റ് ചെയ്തു. ഇനിയോ ഗിവ് ഡെഫിനിറ്റ് ഷേപ്പ്. ഗിവ് ഡെഫിനിറ്റ് ഷേപ്പ്, അതിനെ കട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ പോരെ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുക? ഈ സ്ക്വയർ ബോക്സസിൽ നിങ്ങൾ എഴുതേണ്ടത് എന്തിൻ്റെ പേരാ? ടിഷ്യൂവിൻ്റെ പേര് അല്ലേ. ഇതൊന്ന് വായിച്ചു നോക്കിയേ. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, കാർട്ടിലേജ്, കണക്ട്സ് അതർ ടിഷ്യൂസ്, ബ്ലഡ്, പ്രൊവൈഡ് സപ്പോർട്ട്, ഫൈബ്രസ് ടിഷ്യൂ. ഈ ടിഷ്യൂസ് എല്ലാം ഒരു ടൈപ്പ് ആനിമൽ ടിഷ്യൂ ആണ്. ഏതായിരിക്കും അത്? ഈ പറഞ്ഞ ടിഷ്യൂസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? ഏത് ആനിമൽ ടിഷ്യൂ ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? മസിൽ ടിഷ്യൂ ആണോ? നെർവസ് ടിഷ്യൂ ആണോ? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ? കണക്റ്റീവ് ടിഷ്യൂ ആണോ? അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരണം, ബോണുണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട്, ബ്ലഡ് ഉണ്ട്. ഇതെല്ലാം ഏത് ടിഷ്യൂസാ? കണക്റ്റീവ് ടിഷ്യൂസ്. ഇനി ഞാൻ പറഞ്ഞത് ഈ ബോക്സിൽ അപ്പം നിങ്ങൾ ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പേരാണ് എഴുതേണ്ടത്. 2 എണ്ണം തന്നിട്ടുണ്ടല്ലേ. ഇത് ഫുൾ ബ്ലാങ്ക് ആണ് രണ്ടും, ഇത് ഫുൾ ബ്ലാങ്ക് ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ഫില്ല് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് ആദ്യം ആ ടിഷ്യൂസിനെ അങ്ങ് എടുത്ത് കളയാം അല്ലേ. ബോൺ എടുത്തു. ഓക്കെ, ഇനി ബോണിൻ്റെ ഫങ്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. ഇവിടെ ഈ പറഞ്ഞ ഓവൽ ഷേപ്പിൽ കാണുന്ന ആ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ഫങ്ഷനാണ് എഴുതേണ്ടത്. കാണുന്നില്ലേ? സിയുടെ കൂടെ ഇത് സി അല്ലേ. ആ സീൻ്റെ കൂടെ എന്താ കാണിച്ചിരിക്കുന്നത്? അതിൻ്റെ ഫങ്ഷനാണ് ഗിവ് ഡെഫിനിറ്റ് ഷേപ്പ്. ആരാണ് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നത്? ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്ന ആളാണ് സി. അത് കാർട്ടിലേജ് ആണ്. ആരാണ് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നത്? കാർട്ടിലേജ്. ഞാനത് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ബോണിൻ്റെ ഫങ്ഷൻ എഴുതണം. ഈ ഡി എന്ന് കാണിച്ചിരിക്കുന്നത് ഫങ്ഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ബോണിൻ്റെ ഫങ്ഷൻ എന്താ? കണ്ടക്ഷൻ ആണോ? കണക്ട്സ് അതർ ടിഷ്യൂസ് ആണോ? ബോൺ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് സപ്പോർട്ട്. ഇതാണ് ബോണിൻ്റെ ഫങ്ഷൻ, പ്രൊവൈഡ് സപ്പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി തന്നത് മുഴുവൻ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ പറ്റും. നമുക്ക് ആദ്യം കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ പേരങ്ങ് എഴുതാം. എ ആയിട്ട് ഞാനിപ്പോൾ ഈ ഫൈബ്രസ് ടിഷ്യൂ എക്ക് പകരം കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഫൈബ്രസ് ടിഷ്യൂ കൊടുത്തു. വേറെ ഏതാണ് ഇവിടെ കണക്റ്റീവ് ടിഷ്യൂ ഉള്ളത്? ഇതാ ബ്ലഡ്. ഇപ്പോൾ ബി എന്നുള്ളത് ഞാൻ ബ്ലഡ് കൊടുത്തു. ഇനി അതിൻ്റെ ഫങ്ഷൻ നിങ്ങൾക്ക് അറിയുന്ന ഫങ്ഷൻ ആദ്യം നോക്കുക. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആരാ? ബ്ലഡാണ്. ബ്ലഡിൻ്റെ ഫങ്ഷനാണ് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ബ്ലഡിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ മറ്റേതോ ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ ഫങ്ഷനോ? കണക്ട്സ് അതർ ടിഷ്യൂസ്. ഇതാണ് ഫങ്ഷൻ. ഓക്കെ, നോക്കാം നമുക്ക്. കാണുന്നില്ലേ? ബോൺ പ്രൊവൈഡ് സപ്പോർട്ട്, cartilage give definite shape, blood for the conduction of materials, and fibrous tissue for fibrous tissue that is connecting other tissues. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആനിമൽ ടിഷ്യൂസിൽ ചിലതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലായല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു ഇല്ലസ്ട്രേഷൻ നന്നായിട്ടൊന്ന് പഠിക്കുക. എവിടെയാണ് ഫങ്ഷൻ എഴുതേണ്ടത്,
അപ്പം നിങ്ങൾക്ക് തന്ന ബ്ലാങ്ക് സ്പേസിൻ്റെ ഷേപ്പ് വരെ നിങ്ങൾ നോക്കണം. ഇതാ ഇപ്പോൾ ഈ ബോക്സിൽ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതേസമയം ഇതാ ഇവിടെ ഈ ഓവൽ ഷേപ്പിലുള്ള ഈ ഒരു ബോക്സിൽ എന്താ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻ എഴുതാനുള്ള സ്പേസ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ലേൺ വെൽ. നെക്സ്റ്റ് ഡേ നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരും. താങ്ക് യു.